അന്ന് അനന്യയും അമ്മയും കാട്ടുവഴിയിലൂടെ വരുന്ന സമയത്താണ് അമ്മയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ ആ കാട്ടുവഴിയിൽ വീണത്. പിന്നീട് അമാനുഷികമായ കാര്യങ്ങൾ അവരുടെ ചുറ്റും അരങ്ങേറാൻ തുടങ്ങിയത്. എന്നാൽ ഈ ഒരു അമാനുഷിക കാര്യങ്ങൾ അവരെ കൊണ്ടെത്തിച്ചത് അവരുടെ അമ്മയുടെ ജീവിതം തന്നെ തകരുന്ന രീതിയിലേക്കായിരുന്നു. കഥ വരുന്നത് ഹരിയാനയിലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ്. അനന്യയുടെ അമ്മ, ഒരു അനിയൻ, ഒരു സഹോദരിയെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത് അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലേക്കായിരുന്നു. അനന്യയുടെ അച്ഛൻ അന്യ സംസ്ഥാനത്ത് ഒരു ജോലി ചെയ്തു വരികയാണ്. അതുകൊണ്ട് അമ്മയും അതുപോലെ അനന്യയുടെ ഒരു സഹോദരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അവർക്ക് അവിടെ അടുത്ത് ആ ഗ്രാമത്തിൽ ഒരു ചെറിയ സ്റ്റേഷനറി കടയും ഉണ്ടായിരുന്നു. പകൽ സമയങ്ങളിലൊക്കെ അനന്യയും അമ്മയും ആ കട നോക്കി നടത്താറാണ് പതിവ്. അനന്യ തികച്ചും ഒരു ഈശ്വര വിശ്വാസിയായിരുന്നു. അനന്യയ്ക്ക് ഈശ്വരനെ കഴിഞ്ഞ് മാത്രമേ മറ്റെന്തും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവം എന്നത് ഹനുമാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലീസ മന്ത്രങ്ങളൊക്കെ എപ്പോഴും അവൾ ചൊല്ലി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച അവർ 3 പേരും അവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത് തികച്ചും ഭയാനകമാണ്. കഥയിലേക്ക് പോകാം. ഏകദേശം ഈ കഥ നടക്കുന്നത് 1993 കാലഘട്ടത്തിലാണ്. ഹരിയാന എന്ന സ്ഥലത്തെ ഗ്രാമപ്രദേശത്ത് നടന്ന ഈ വിചിത്രമായ കഥ യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ അത് വിശ്വസിച്ചേ മതിയാകൂ. ഈ ഒരു കഥ യഥാർത്ഥത്തിൽ നടന്ന കഥയാണ്. ഞാൻ കഥകൾ അന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വന്ന ഒരു മെസ്സേജിൽ ഈ ഒരു കഥയും ഉണ്ടായിരുന്നു. ആദ്യം ഈ കഥ വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ കടന്നുപോയി. ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പൈശാചിക സങ്കല്പത്തെക്കുറിച്ച് ഇവിടെ ഒരു കഥയായിട്ട് പറയുന്നത്. എന്നാൽ ഇതിനു മുന്നേ കേരളത്തിലെ ചാലിയാർ പുഴകളുടെ തീരങ്ങളിൽ ജിന്നുകളുടെ വിഹാരമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു കഥ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ജിന്നിനെ കുറിച്ചുള്ള ഒരു കഥ കേൾക്കുന്നത്. ജിന്ന് എന്നത് ഒരു പൈശാചിക രൂപം തന്നെയാണ്. മരണപ്പെട്ടതിന് ശേഷം പൈശാചിക രൂപത്തിൽ അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് അലഞ്ഞു തിരിയുന്ന ഒരു വികൃത രൂപം. എന്നാൽ എല്ലാ ആത്മാക്കളെ പോലെയും ആ രൂപത്തിന് ആവശ്യം അവരെ ഉപദ്രവിക്കുക എന്നതായിരുന്നില്ല. ഈ ജിന്ന് എന്ന് പറഞ്ഞ സങ്കല്പത്തിന് യഥാർത്ഥത്തിൽ അവരുടെ ജീവൻ തന്നെ കവർന്നെടുക്കാനാണ് ആഗ്രഹം. അങ്ങനെയാണ് ഒരിക്കൽ അനന്യയുടെ അമ്മയും കൂടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. സഹോദരി തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ഒരു ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ആ സമയത്ത് അനന്യയുടെ സഹോദരി പ്രസവിച്ച് കിടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കാനും അതുപോലെ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് അവർ 2 പേരും അങ്ങോട്ടേക്ക് പോകാറ് പതിവായിരുന്നു. എന്നാൽ പകൽ സമയത്ത് കടയിൽ ആരും ഉണ്ടാവില്ലെന്ന് കരുതി അവർ കട വൈകുന്നേരം അടച്ചതിന് ശേഷം മാത്രമാണ് അവർ അങ്ങോട്ടേക്ക് പോകാറുണ്ടായിരുന്നത്. എന്നാൽ ഇവർക്ക് ആകെ ദൂരം 10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഈ ക്വാർട്ടേഴ്സിലേക്ക്. എന്നാൽ ഈ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയെ ഏകദേശം ഒരു 5 മിനിറ്റ് ദൂരത്തോളം ഒരു കാനന പാതയുണ്ട്. അത് കുറച്ച് ഇരുണ്ട പാതയുമാണ്. ആര് ആദ്യം കണ്ടാലും ഒന്ന് പേടിക്കുന്ന തരത്തിലുള്ള ഒരു പാതയായിരുന്നു അത്. എന്നാൽ അവർക്ക് ഇതിനു മുന്നേ ഒരുപാട് തവണ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു അനുഭവം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലാണ് അവർ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. സഹോദരിയായിരുന്നു ഫോണിൽ വിളിച്ചത്. കുഞ്ഞ് ഒരുപാട് നേരമായി നിർത്താതെ കരയുന്നു. ഏട്ടനാണെങ്കിൽ വന്നിട്ടുമില്ല. നിങ്ങളൊന്ന് വരികയാണെങ്കിൽ എനിക്ക് സമാധാനമാകും എന്നുകൂടി ആ സഹോദരി അനന്യയോട് പറഞ്ഞു. ആ സമയത്ത് അമ്മ പറഞ്ഞു, കുഞ്ഞിൻ്റെ കാര്യമല്ലേ, നമുക്ക് ഇപ്പോൾ തന്നെ സ്കൂട്ടിയും എടുത്ത് പോകാമെന്ന് പറഞ്ഞ് അവരന്ന് ആ രാത്രി ഏകദേശം 10 മണി ആകുന്ന സമയത്ത് അവിടെ ആ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ മംഗളുടെ അടുത്തേക്ക് സ്കൂട്ടിയിൽ പോയി. അങ്ങനെ അവർ അവിടെ എത്തിയതിനു ശേഷം കുഞ്ഞിന് ചില പച്ചമരുന്നുകളും അതുപോലെ ചില മന്ത്രങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം
അവർ അവിടെ നിന്ന് പോരാനൊരുങ്ങുന്ന സമയത്താണ് അനന്യയുടെ സഹോദരിയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വരുന്നത്. ഏതായാലും ഇപ്പോൾ സമയം 12 മണി ആയില്ലേ, തനിച്ച് പോകണ്ട, ഞാൻ കാറിൽ നിങ്ങളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അനന്യ പറഞ്ഞു, വേണ്ട, എന്നും പോകുന്ന വഴിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതുമാത്രമല്ല, സ്കൂട്ടർ ഇവിടെ വെച്ച് നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ നാളെ കടയിലേക്ക് പോരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് അവർ ആ ഒരു കാര്യം പാടെ നിരസിച്ചു. അതിനുശേഷം അനന്യയും അമ്മയും കൂടെ ആ ബൈക്കിൽ അവരുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. അങ്ങനെ കുറച്ചു ദൂരം ചെന്ന സമയത്താണ് അവർ ആ കാനനപാതയിലേക്ക് കടന്നത്. അവർ രണ്ടുപേരും ആ കാനനപാതയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് അനന്യയുടെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആ റോഡിൽ വീഴുന്നത്. ഉടനെ തന്നെ അമ്മ അനന്യയോട് പറഞ്ഞു, വണ്ടി നിർത്ത്, എൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ അവിടെ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ അനന്യ അവിടെ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് വണ്ടി നിർത്തിയിട്ട് അമ്മയോട് പറഞ്ഞു, ഞാൻ ചെന്ന് എടുക്കാമെന്ന്. വേണ്ട, ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ് അമ്മ കുറച്ച് ദൂരെ വണ്ടി നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് ആ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. തിരിച്ച് ഇങ്ങോട്ടേക്ക് നടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അനന്യയുടെ അമ്മ ചെയ്തത് കുറച്ച് വിചിത്രമായിരുന്നു. അനന്യയുടെ അടുത്തേക്കായിരുന്നില്ല അവൾ തിരികെ വന്നിരുന്നത്. അവൾ ആ കാഠിന്യത്തിനെ നോക്കി അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടക്കുകയായിരുന്നു. ഉടനെ തന്നെ അനന്യ ഉറക്കെ, അമ്മേ, എന്താണ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് വരൂ, സമയം ഒരുപാട് വൈകി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് അനന്യയുടെ അമ്മ അനന്യയെ ഒന്ന് നോക്കി. എന്നാൽ ആ നോട്ടം ഇതിനു മുന്നേ പതിവില്ലാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത തരം പേടിപ്പെടുത്തുന്ന നോട്ടമായിരുന്നു. അനന്യയ്ക്ക് അത് ഒട്ടും പരിചയമില്ലാത്ത ഒരു മുഖഭാവമായിട്ട് തന്നെ തോന്നിയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അനന്യയുടെ അമ്മ തൻ്റെ കൈ ഉപയോഗിച്ച് മുടി കെട്ടിവെച്ചിരുന്ന ആ ക്ലിപ്പ് എടുത്തു മാറ്റി മുടിയൊക്കെ അഴിച്ചിട്ട് അവളുടെ ബൈക്കിന് പുറകിൽ വന്നിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലെത്തിയതിനു ശേഷം രണ്ടുപേരും 2 മുറിയിലോട്ടായി കിടക്കാനും പോയി. അർദ്ധരാത്രി അനന്യ ഹനുമാൻ ഫോട്ടോസിന് മുന്നിൽ നിന്ന് ഹനുമാൻ ചാലീസ മന്ത്രങ്ങളും അതുപോലെ ജപമാലയും ഒരുങ്ങുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു രൂപം അവിടെ വാതിലിന് പുറകിലൂടെ അടുക്കളയിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടത്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ അനന്യയ്ക്ക് മനസ്സിലായി അത് അവളുടെ അമ്മയാണെന്ന്. എന്നാൽ വെള്ളം കുടിക്കാനോ മറ്റോ പോയതാകാമെന്ന് കരുതി നിൽക്കുന്ന സമയത്ത് കുറേ സമയം അവിടെ നിന്ന് കഴിഞ്ഞിട്ടും അടുക്കളയിൽ നിന്നും അമ്മ തിരികെ വരുന്നത് അവൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലെ ആ ജപിച്ചുകൊണ്ടിരിക്കുന്ന മാലയും കൊണ്ട് അവൾ അടുക്കളയിലേക്ക് ചെന്ന് പതുക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് അനന്യയുടെ അമ്മ ഫ്രിഡ്ജിൽ നിന്നും പച്ച മുട്ടയെടുത്ത് അത് അങ്ങനെ തന്നെ കുടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇതിനെക്കുറിച്ച് അനന്യ അമ്മയോട് ഒന്നും ചോദിക്കാതെ തന്നെ വാതിലിന് പുറകെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അനന്യ റൂമിലേക്ക് ചെന്ന് പതുക്കെ വാതിലടച്ചു. എന്നാൽ അപ്പോൾ തന്നെ അനന്യയുടെ അമ്മ അവിടെ നിന്നും അനന്യയുടെ അമ്മയുടെ റൂമിലേക്ക് പോയി. അന്നത്തെ ദിവസം പിന്നെ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ കടന്നുപോയി. അടുത്ത ദിവസം അനന്യയുടെ അമ്മയും അനന്യയും കൂടെ അവരുടെ കടയിലേക്ക് പോയി. എന്നാൽ ആ സമയത്തൊന്നും അമ്മയുടെ സംസാരത്തിലോ ഭാവത്തിലോ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും കൂടെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ അന്ന് രാത്രി തിരികെ മടങ്ങുമ്പോഴും അനന്യയുടെ അമ്മ ആ കറക്റ്റ് സ്ഥലത്തെത്തുന്ന സമയത്ത് മൊബൈൽ ഫോൺ താഴെയിട്ടു. എന്നിട്ട് വീണ്ടും ആ മൊബൈൽ ഫോൺ എടുക്കാൻ പോയി. ആ സമയത്ത് അമ്മയോട് അനന്യ പറഞ്ഞു, എന്നും ഈ സ്ഥലത്തെത്തുമ്പോൾ എങ്ങനെയാണ് അമ്മയുടെ ഫോൺ താഴെ വീഴുന്നത് എന്ന്. എന്നാൽ അതിന് ആ സ്ത്രീ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. വീണ്ടും ആ ബൈക്കിൻ്റെ പുറകിൽ വന്നിരുന്നു. അവൾ ബൈക്കെടുത്ത് മുന്നോട്ടേക്ക് ഓടിക്കാൻ നോക്കുന്ന സമയത്ത് അവൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഭാരം അനുഭവപ്പെട്ടു. 2-3 പേർ സ്കൂട്ടിയുടെ പുറകിലിരിക്കുന്നത് പോലെയുള്ള ഒരു വല്ലാത്ത തരം ഭാരം അവൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. ഉടനെ തന്നെ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് അവളുടെ അമ്മയുടെ മുഖം അവളുടെ തൊട്ട് മുഖത്തിൻ്റെ രൂപത്തിൽ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവളുടെ അമ്മയുടെ ആ മുഖം ഒരു വികൃത മുഖമായി മാറിയിരിക്കുന്നു. ആരോ കല്ലുപയോഗിച്ച് മുഖമൊക്കെ ഇടിച്ചു ചതച്ചാൽ എങ്ങനെയുണ്ടാകും അതുപോലെയുള്ള ഒരു മുഖം. പെട്ടെന്ന് അവൾ ബൈക്ക് നിർത്തി വീണ്ടും ഒന്ന് നോക്കുന്ന സമയത്ത് അവളുടെ അമ്മയുടെ മുഖം എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അന്ന് വീട്ടിലേക്കെത്തി. അന്ന് രാത്രി പെട്ടെന്ന് അനന്യയുടെ അമ്മയുടെ മുറിയിൽ നിന്നും വല്ലാത്ത തരം ശബ്ദം കേട്ടിട്ടാണ് അനന്യ അങ്ങോട്ടേക്ക് ചെന്നത്. ആ സമയത്ത് അനന്യയുടെ അമ്മ തികച്ചും മറ്റൊരാളായിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന ചില
ഗ്ലാസുകളും പ്ലേറ്റുകളുമെല്ലാം എറിഞ്ഞുടക്കുകയും അതുപോലെ സീലിങ്ങിലും അതുപോലെ ചുമരിലുമൊക്കെ നടന്ന് കയറുന്നതുമായിട്ടുള്ള വിചിത്രമായ കാഴ്ചകൾ അനന്യ കണ്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവൾ അനന്യയുടെ അടുത്തേക്ക് വന്നിട്ട്, നിന്റെ ശരീരം എനിക്ക് വളരെയധികം ഇഷ്ടമായി, നിന്നെ ഞാൻ കൊണ്ടുപോകട്ടെ എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള വല്ലാത്ത തരം ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇതുകൂടെ കണ്ടതോടെ അനന്യയ്ക്ക് വല്ലാത്ത തരത്തിലുള്ള ഭയം അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് അനന്യ ഉടനെ തന്നെ തൻ്റെ അമ്മാവനെ ഫോൺ ചെയ്യുന്നത്. അമ്മാവൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തി. എന്നിട്ട് അനന്യയോട് പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ പോയിട്ട് ഒരു പൂജാരിയെയോ മന്ത്രവാദിയെയോ കൊണ്ടുവരാം, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പൂജാരിയെ കൊണ്ടുവന്നു. ചില പ്രത്യേക പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്ത സമയത്ത് അനന്യയുടെ അമ്മാവനോട് ആ പൂജാരി പറഞ്ഞു, നിങ്ങൾ ഏതോ ഒരു വഴിയെ വരുന്ന സമയത്ത് അവരുടെ ശരീരത്തിലേക്ക് ജിന്ന് ബാധിച്ചതാണ്. ജിന്നിന് ഒരു പ്രത്യേകതയുണ്ട്, ഇവരുടെ ആരുടെ ശരീരത്തിലേക്കാണോ പ്രവേശിക്കുന്നത് അവരുടെ ജീവൻ കൊണ്ടാണ് അവർ പോവാറുള്ളത് എന്ന്. എന്നാൽ അന്നത്തെ ചില മന്ത്രവാദങ്ങളും പൂജകളും കഴിഞ്ഞ് സ്വാമി തിരിച്ചു പോയതിനു ശേഷം 3 ദിവസത്തേക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ 3ാമത്തെ ദിവസം ഏകദേശം രാത്രിയാകുന്ന സമയത്താണ് പെട്ടെന്ന് അനന്യയുടെ അമ്മ ഉറക്കെ നിലവിളിക്കുന്നത് കേട്ടത്. പെട്ടെന്ന് അനന്യ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അനന്യയുടെ അമ്മയുടെ ശരീരത്തിൽ ഒരു ഉടുതുണി പോലും ഉണ്ടായിരുന്നില്ല. നഗ്നയായിട്ട് ഒരു കട്ടിലിൽ കിടക്കുന്നതാണ് അനന്യ കണ്ടത്. ഉടനെ തന്നെ ഷെൽഫിൽ നിന്നും ഒരു സാരിയൊക്കെ എടുത്ത് അമ്മയെ പുതപ്പിച്ചതിന് ശേഷം അമ്മയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, എന്തിനാണ് ഇങ്ങനെ അലമുറയിട്ട് കരയുന്നത് എന്നൊക്കെ അനന്യ അമ്മയോട് ചോദിച്ചു. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, അവർ എന്നെ കൊണ്ടുപോകാൻ വരാനൊരുങ്ങിക്കഴിഞ്ഞു, ഞാൻ അവരുടെ കൂടെ പോകേണ്ടി വരും മോളെ എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വബോധത്തോടെ അനന്യയുടെ അമ്മ അനന്യയോട് പറഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അമ്മ സ്വപ്നം കണ്ട് എണീറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഒരുപാട് സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല വിചിത്രമായ കാര്യം. അടുത്ത ദിവസം അമ്മയ്ക്ക് സുഖമില്ലാത്തത് കാരണം അനന്യ പറഞ്ഞു, ഇന്ന് കടയിലേക്ക് വരണ്ട, ഞാൻ പോയി കടയൊക്കെ നോക്കിയതിന് ശേഷം തിരിച്ച് വരാമെന്ന് പറഞ്ഞ് അനന്യ മടങ്ങി. എന്നാൽ അന്നത്തെ രാത്രി അനന്യ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് അനന്യയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്ന ഒരു സീലിംഗ് ഫാനിൽ തൻ്റെ ശരീരത്തിൽ പുതച്ചിരുന്ന ആ സാരി തന്നെ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്ത രീതിയിലാണ് കണ്ടത്. ഉടനെ തന്നെ അനന്യ അമ്മാവനെയും അതുപോലെ പൂജാരിയെയും അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോഴാണ് അനന്യയോട് മന്ത്രവാദി ഒരു കാര്യം പറഞ്ഞത്, നിങ്ങളുടെ അമ്മയുടെ ശരീരത്തിലേക്ക് ജിന്ന് പ്രവേശിച്ചിരുന്നു, അതിനെ എത്ര ഒഴിപ്പിക്കാൻ നോക്കിയിട്ടും നമുക്ക് അതിന് കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ജീവൻ അത് അപഹരിച്ചത് എന്ന്. അതിനുശേഷം അമ്മയൊക്കെ അടക്കം ചെയ്തതിനു ശേഷം ചില പ്രത്യേക പൂജാമന്ത്രങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് അവർ വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അന്യസംസ്ഥാനത്തു നിന്നും അനന്യയുടെ അച്ഛനും എത്തി. എന്നാൽ അവർക്ക് അമ്മയില്ലാത്ത ആ വീട്ടിൽ നിൽക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് അനന്യ അവിടെ വളരുന്ന സമയത്ത് അനന്യയ്ക്ക് ഇത്തരത്തിലുള്ള ഈ ഓർമ്മകളൊക്കെ തികട്ടി വരുമെന്നായിരുന്നു അനന്യ പറഞ്ഞിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മുറിക്കുള്ളിൽ അമ്മയുടെ സാന്നിധ്യം ഒരു പൈശാചിക രൂപത്തിൽ കാണാറുണ്ടെന്നും അനന്യ പറഞ്ഞു. പിന്നീട് ഒരുപാട് അമ്പലങ്ങളും പള്ളികളും അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ടാണ് ഇത്തരത്തിലുള്ള പേടി മാറിയതെന്നും പറഞ്ഞു. എന്നാൽ അനന്യയ്ക്ക് മാത്രം കല്യാണ യോഗം ഉണ്ടായില്ല. പിന്നീട് അനന്യയുടെ അനിയൻ പോലും കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളും കുടുംബവുമായി കഴിയുന്നു. എന്നാൽ എന്തോ ഒരു ശാപം പോലെ അനന്യയ്ക്ക് മാത്രം കല്യാണം നടന്നില്ല. ഈ അടുത്തെങ്ങോ അവരുടെ അച്ഛനും വാർദ്ധക്യ സഹജം മൂലം മരണപ്പെടുകയും ചെയ്തു. ഇന്ന് അനന്യ മാത്രം ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുകയാണ്. ഇത് ഒരാളുടെ യഥാർത്ഥ കഥ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരോ യഥാർത്ഥ സ്ഥലമോ ഞാനിവിടെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് കൊണ്ട് ഒരു വിദ്വേഷവുമില്ല. എന്നാൽ എനിക്ക് അവരുടെ സ്വകാര്യത അത്രയും അത്യാവശ്യവും ഇമ്പോർട്ടൻറ്റുമാണ്. ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ഒരു കഥയായിട്ട് അതും അവതരിപ്പിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടിക്കൂ.